വയനാട് തുരങ്കപ്പാതയ്ക്കായുള്ള പണിക്കിടെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഒരു അപകട വാർത്ത മാത്രമല്ല, വികസന പദ്ധതികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ മുന്നറിയിപ്പ് കൂടിയാണ്. പശ്ചിമഘട്ടത്തിന്റെ അതീവ ദുർബലമായ ഭൂപ്രകൃതിയിൽ ഇത്തരമൊരു വമ്പൻ പദ്ധതി നടപ്പാക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും ശാസ്ത്രീയ പഠനവും സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്. എന്നിട്ടും പണിക്കിടയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് സ്വാഭാവിക പ്രതിഭാസം മാത്രമല്ല, നിർമ്മാണ രീതിയിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും ഉണ്ടായ വീഴ്ചയാണോ എന്നത് സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി തൊഴിലാളികളുടെ സുരക്ഷയും സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആശങ്കകളും പരിഗണിക്കപ്പെടണം. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. വികസനം കേരളത്തിന് ആവശ്യമാണ്, എന്നാൽ മനുഷ്യജീവനും പരിസ്ഥിതിക്കും സുരക്ഷ ഉറപ്പാക്കിയുള്ള വികസനമാകണം അത്. വയനാട്ടിലെ മണ്ണിടിച്ചിൽ ഒരൊറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളയാതെ പദ്ധതിയുടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകേണ്ട സമയമാണിത്. സർക്കാർ തന്നെ ഈ മണ്ണിടിച്ചിൽ മനുഷ്യനിർമ്മിതം എന്നാണ് വിശദീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആരുടേതാണ്? മനുഷ്യനിർമ്മിതം എന്ന വിശദീകരണം ഉത്തരവാദിത്വം വ്യക്തമാക്കാനുള്ള തുടക്കമായിരിക്കണം. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള വിശദീകരണമാകരുത്. കരാർ കമ്പനി നിർദ്ദേശമനുസരിച്ചില്ലെന്ന് പറഞ്ഞ് സർക്കാർ എങ്ങനെ കൈയൊഴിയും?